ഒരു മിനിറ്റ് സർ. അതും പറഞ്ഞ ആ പെൺകുട്ടി പോയതും ചാർലി ഷീതുവിന്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോഴും അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? അവൾ അങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ട് അവൻ ചിരിയോടെ ചോദിച്ചു, ഇച്ചായൻ ഇതൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? അവൾ ഒരു പുഞ്ചിരിയോടെ അവനോട് മറുപടി പറഞ്ഞു, അങ്ങനെയും പറയാം. എനിക്ക് നിർബന്ധമായിരുന്നു എൻ്റെ മനസ്സിലുള്ള അതേ മോഡൽ മിന്നുമാല തന്നെ നിനക്ക് വേണ്ടി പണിയിപ്പിക്കണമെന്ന്. വെറുതെ വന്ന് അന്നേരം തോന്നുന്ന മിന്നെടുക്കാതെ നിനക്ക് വേണ്ടി നേരത്തെ അത് കരുതി വെക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം. അവനൊരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോഴേക്കും കടയിലുണ്ടായിരുന്ന ആ പെൺകുട്ടി അവൻ പറഞ്ഞ മിന്നുമാല കൊണ്ടുവന്നു. ആ കുട്ടി അത് ചാർലിയുടെ കയ്യിലേക്ക് കൊടുത്തു. അവൻ ആ ബോക്സ് തുറന്ന് അത് അവൾക്ക് നേരെ നീട്ടി. എടുത്തു നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അവളത് തൻ്റെ കരങ്ങളിലേക്ക് വാങ്ങി. പുതിയൊരു മോഡൽ ചെയിനായിരുന്നു. അതിനോടൊപ്പം ഒരു മിന്നും ഉണ്ടായിരുന്നു. മാല ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചതിന് ശേഷം അവൾ ആ മിന്നും കയ്യിലെടുത്തു. സ്വർണത്തിൻ്റെ മിന്നിൽ ഡയമണ്ട് കൊണ്ടുള്ള കുരിശിൻ്റെ രൂപം അതായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം മിന്നിൻ്റെ പുറകിലായിട്ട് ചാർലി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മിന്ന്. അവൾക്ക് വല്ലാത്ത ഇഷ്ടം തോന്നി ആ മിന്നിനോട്. എങ്ങനെയുണ്ട് ഷീതു, നിനക്ക് ഇഷ്ടപ്പെട്ടോ? അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല വെറൈറ്റി ഉണ്ട് ഇത് കാണാൻ. ഇച്ചാൻ എങ്ങനെയാ ഈ ഡിസൈനൊക്കെ മനസ്സിലായത്? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തോ നിനക്കൊരു വെറൈറ്റി ആയിട്ടുള്ള മിന്നുമാല വാങ്ങണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അതെങ്ങനെ വെറൈറ്റി ആക്കാം എന്നാ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തകൾക്കൊടുവിൽ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. സർ, ഇത് മാത്രം മതിയായിരുന്നോ? മറ്റ് സ്വർണങ്ങളൊന്നും? ആ പെൺകുട്ടി സംശയത്തോടെ അവനെ നോക്കി. എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് എൻ്റെ കൂടെയുള്ളത്. അതിനുമപ്പുറം ഞാൻ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നതുമില്ല. മിന്നുമാല മാത്രം മതി. അവൻ പറഞ്ഞതും ആ കുട്ടി പുഞ്ചിരിച്ചു. ശരി സർ, ബില്ല് തരാം, ഇരിക്കൂട്ടോ. ആ കുട്ടി പറഞ്ഞതും അവൻ തലയാട്ടി. ആ പെൺകുട്ടി ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോയതും ഷീതു അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. എന്തുപറ്റി? വെള്ളം വല്ലം വേണോ? അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇതിന് ഒരുപാട് പൈസയായി കാണില്ലേ? ഇത്രയൊക്കെ വേണമായിരുന്നോ? അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് തന്നെ അവൾ തിരികെ ചോദിച്ചു. നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും എനിക്ക് മതിയാവില്ലടി. അവൻ കണ്ണുകൾ ചിമ്മി അവളോട് പറയുന്നത് കേട്ട് അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അപ്പോഴേക്കും ബില്ലടച്ചിട്ട് അവർ അത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഹാപ്പി മാരീഡ് ലൈഫ്, ആ കുട്ടി അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് അവർ പുഞ്ചിരിച്ചുകൊണ്ട് തിരികെ താങ്ക്സ് പറഞ്ഞിരുന്നു. മാം, യു ആർ സോ ലക്കി, ഇതുപോലെ ഒരാളെ ലൈഫിൽ കിട്ടിയതിന്. ആ കുട്ടി ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ നോക്കിയത് ചാർലി ആയിരുന്നു. അവനും അവളെ നോക്കി ആ നിമിഷം പുഞ്ചിരിച്ചു. അവിടെ നിന്ന് അവൻ അവളെയും കൂട്ടി നേരെ പോയത് ഒരു വെഡ്ഡിംഗ് മാളിലായിരുന്നു. ഇവിടെ സാരി എടുക്കാനായിരിക്കും അല്ലേ? അവൾ കുറുമ്പോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. വാ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെയും കൂട്ടി അകത്തേക്ക് കയറി ചെന്നു. എന്താ സർ വേണ്ടത്? അവിടെയും ഒരു പെൺകുട്ടി വന്ന് അവരോട് ചോദിച്ചു. ഒരു സാരി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 2 ദിവസം മുമ്പ്. അവൻ ആ പെൺകുട്ടിയെ നോക്കി പറഞ്ഞതും ശീതൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതിനവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. ബില്ലുണ്ടോ സർ? ആ പെൺകുട്ടി ചോദിച്ചു. അത് കേട്ടതും അവൻ പോക്കറ്റിൽ നിന്നും ബില്ലെടുത്ത് അവർക്ക് കൊടുത്തു. ആ പെൺകുട്ടി അതുമായി ചെന്നു. ഷീതുവും ചാർലിയും പുറകെ. സർ, ഇതല്ലേ ആ സാരി? അവർ ഒരു ബോക്സിൽ നിന്നും സാരി പുറത്തേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു. അതെ, ഇത് തന്നെയാ. അവൻ പുഞ്ചിരിച്ചു. ഒരു ക്രീം ആൻഡ് ചില്ലി റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്ന സാരിയായിരുന്നു. അതിൻ്റെ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതുവരെയും ആർക്കും കാണാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ. കണ്ടപ്പോൾ തന്നെ ഷീതുവിന് അത് ഒരുപാട് ഇഷ്ടമായി. എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കെന്താ വന്ന് നോക്കിയപ്പോൾ ഇതാ കൂടുതൽ ഇഷ്ടമായത്. നിനക്കിത് നന്നായിട്ട് ചേരുമെന്ന് എനിക്ക് തോന്നി. തോന്നലാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വന്നാൽ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി ഞാനിത് അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ടാണ് വന്നത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി ചായ. ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ സാരി കാണാൻ. അവളും അവനെ നോക്കി മറുപടി പറഞ്ഞു. പിന്നെ ഇത് ഉടുപ്പിച്ച് നോക്ക്. അവൻ പറഞ്ഞതും ആ കുട്ടി തലയാട്ടി. വരൂ മാം. അവളെ വിളിച്ചുകൊണ്ട് ആ പെൺകുട്ടി നടന്നു. അപ്പോഴേക്കും മറ്റൊരു പെൺകുട്ടിയും കൂടി അങ്ങോട്ടേക്ക് വന്നു. രണ്ടുപേരും കൂടി അവളെ ആ സാരി ഉടുപ്പിച്ചു. ഷീതുവിന് അത് നന്നായിട്ട് തന്നെ ചേരുന്നുണ്ടായിരുന്നു. ഉടുപ്പിച്ചു കഴിഞ്ഞതും അവൾ ആദ്യം നോക്കിയത് ചാർലിയുടെ മുഖത്തേക്കാണ്. എങ്ങനെയുണ്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി പുരികം പൊക്കിയാ ചോദിച്ചു അവൾ. സൂപ്പർ. അവൻ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു പറഞ്ഞു. മാം, ഇത് മാമിനെ നന്നായിട്ട് ചേരുന്നുണ്ട്. എന്തോ വല്ലാത്തൊരു ഭംഗി തോന്നുന്നുണ്ട് ഇതുടുത്തപ്പോൾ. ആ പെൺകുട്ടി പറയുന്നത് കേട്ട് അവൾ പുഞ്ചിരിച്ചു. അല്ലെങ്കിലും മനസ്സറിഞ്ഞെടുക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗിയാ. അവൾ ചാർലിയുടെ മുഖത്തേക്ക് നോക്കിയാണ് ആ പെൺകുട്ടിക്ക് മറുപടി നൽകിയത്. സാരിയും പാക്ക് ചെയ്തതിന് ശേഷം അവൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു. ഇച്ചായ, അവൾ വിളിച്ചതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് മാത്രമേ ഡ്രസ്സ് എടുത്തുള്ളോ? കുഞ്ഞിനും മമ്മിക്കും പപ്പയ്ക്കൊക്കെയോ?
അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. നീ സ്പെഷ്യൽ അല്ലേ? അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുവന്ന് സ്പെഷ്യലായിട്ട് എടുത്തത്. അവർക്കൊക്കെ ഉള്ളത് ഇനി എടുക്കണം. അപ്പോൾ ഇസുവിനുള്ളതും കൂടി എടുക്കാം. അവൻ പറയുന്നത് കേട്ട് അവൾ പുഞ്ചിരിച്ചു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. ഇന്നാണ് അവരുടെ വിവാഹം. നിയമപരമായി ചാർലി അവളുടെ കഴുത്തിൽ മിന്നു കെട്ടുന്ന ദിവസം. അധികം ആരെയും അവർ കല്യാണത്തിന് വേണ്ടി ക്ഷണിച്ചിരുന്നില്ല. വളരെ അടുത്ത കുടുംബ സുഹൃത്തുക്കൾ, അടുത്ത റിലേറ്റീവ്സ്, അവരൊക്കെ മാത്രമാണ് അവരുടെ കല്യാണത്തിന് വേണ്ടി ഉണ്ടായിരുന്നത്. ഷീതുവിനെ ഒരുക്കാൻ രാവിലെ തന്നെ ബ്യൂട്ടി പാർലറിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ഒപ്പം റിയയും ഋഷുവിനെ ഒരുക്കണമെന്നാണ് ഓർഡർ. നമുക്ക് ആമ്പിള്ളേരെ ഓരോരുത്തരെയും നോക്കിയിട്ട് വരാം. ക്രിസ്റ്റി ഒരു കരിനീല കളർ ഷർട്ടും മുണ്ടുമായിരുന്നു വേഷം. ഇടത് കയ്യിൽ ഒരു ചെയിനും വലത് കയ്യിൽ ഒരു വാച്ചും. പാതി തുറന്നിട്ട് ഷർട്ടിന്റെ ഇടയിൽ കൂടി അവന്റെ നെഞ്ചോട് ചേർന്ന് കിടപ്പുണ്ട് കുരിശുമാല. ഇടിയൊക്കെ ജെല്ല് ചെയ്ത് കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്ന് സെറ്റ് ചെയ്യുകയായിരുന്നു ക്രിസ്റ്റി. ബ്രോ, റെഡിയായോ? അവന്റെ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്ന റയാൻ അവനെ നോക്കി ചോദിച്ചു. റയാൻ അവൻ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ സെയിം ഷർട്ടും മുണ്ടുമാണ് വേഷം. കഴുത്തിലൊരു പ്ലാറ്റിനം ചെയിൻ കിടപ്പുണ്ട്. ഇടത് കയ്യിലൊരു വാച്ചും. അവന് മുടിയൊക്കെ ജെൽ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ റെഡിയാ, നോക്കിക്കേ, കുഴപ്പമൊന്നുമില്ലല്ലോ? ക്രിസ്റ്റി അവനെ നോക്കി ചോദിച്ചു. എന്റെ ചേട്ടായി പൊളിയല്ലേ കടുവ? റയാൻ അവനെ ചിരിച്ചുകൊണ്ട് കളിയാക്കി. ഡാ, നീയും കൂടി ആ പെണ്ണിന്റെ കൂടെ കൂടി എന്നെ കളിയാക്കുന്നോ? ക്രിസ്റ്റി തിരികെ ചോദിച്ചതും റയാൻ പുഞ്ചിരിച്ചു. എന്തായാലും അവൾ ചേട്ടായിക്ക് വേണ്ടി സെലക്ട് ചെയ്ത പേര് കറക്റ്റാ. ഇത് ഇത്ര കറക്റ്റായിട്ട് എങ്ങനെ കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. റയാൻ വീണ്ടും അവനെ കളിയാക്കുന്നത് പോലെ പറഞ്ഞു. എൻ്റെ കയ്യിലൊന്ന് കിട്ടട്ടെ ആ കുരുട്ടിനെ. ഇനി അടുത്തത് എൻ്റെ കല്യാണമായിരിക്കും. ഇത് കഴിഞ്ഞാ നിന്റെ കൂട്ടുകാരിയെ കൊണ്ട് ഞാൻ ഇക്ഷ എണ്ണ വരപ്പിക്കാൻ പോകുന്നത്. അവൻ പറഞ്ഞുകൊണ്ട് തൻ്റെ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി വെച്ചു. ആരാരെ പഠിപ്പിക്കുമെന്ന് കണ്ടറിയാം. റയാനും അവനെ കളിയാക്കി. പപ്പയും മമ്മിയും കരിനീല കളർ തന്നെയായിരുന്നു. പപ്പ ആ കളർ ജുബയും മുണ്ടും, മമ്മി സെയിം കളർ തന്നെ സാരി. ഇനി പെമ്പിള്ളേര്. റിയ കരിനീല കളർ ഷറാറയായിരുന്നു വേഷം. വൈറ്റ് കളർ പേളിൻ്റെ ഒരു മാല അവളുടെ കഴുത്തിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു കമ്മലാണ് അവൾ ഇട്ടിരിക്കുന്നത്. രണ്ട് കയ്യിലും ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ വളയുണ്ട്. കണ്ണൊക്കെ എഴുതി പൊട്ടും തൊട്ടിട്ടുണ്ട്. ബ്യൂട്ടീഷ്യൻ നന്നായിട്ട് തന്നെ ഹെയർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഋഷു. അവൾ കരിനീല കളർ സാരിയായിരുന്നു വേഷം. ഒറ്റപ്ലേറ്റിലാണ് സാരി ഉടുത്തിരിക്കുന്നത്. അവളും പോലെ തന്നെ കളർ വളയും മാലയും കമ്മലുമാണ്. ഡ്രസ്സിൽ മാത്രമായിരുന്നു അവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. മുടിയൊക്കെ അഴിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഋഷു. പെൺപിള്ളേരെ രണ്ടുപേരെയും നേരത്തെ തന്നെ ബ്യൂട്ടീഷ്യൻ ഒരുക്കി വിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുങ്ങിയതിനു ശേഷം തൻ്റെ ആൺപിള്ളേരെ കാണിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് രണ്ടുപേരും. കൂടെ ക്രിസ്റ്റിയുടെ പേഴ്സ് അവളുടെ കയ്യിലായതുകൊണ്ട് അത് കൊടുക്കണമെന്നും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയ റയാൻ്റെ മുറിയിലേക്കും ഋഷു ക്രിസ്റ്റിയുടെ അടുത്തേക്കും ചെന്നു. ചാർലി മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. അവളുടെ സാരിയുടെ അതേ കളർ ജുബയും ഇട്ടിട്ടുണ്ട്. കയ്യിലൊരു വാച്ചും മറു കയ്യിലൊരു ഗോൾഡൻ തളയുമുണ്ട്. അവൻ മുടിയൊക്കെ തനിയെ സെറ്റ് ചെയ്യുകയാണ്. ചാർലി, പെട്ടെന്ന് ആരോ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. പപ്പേ, റെഡിയായോ? അവൻ അയാളെ നോക്കി പുഞ്ചിരിച്ചു. ഓവിടാ, ഞങ്ങളൊക്കെ റെഡിയായി. ദേ, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പ അവനെ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് അയാളുടെ പുറകിൽ നിന്നും മദർ കുറച്ച് മാറി നിന്നു. മദർ! ചാർലി സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. കല്യാണം വിളിക്കാൻ വന്നപ്പോൾ ഞാൻ കാരുണ്യയിലില്ലായിരുന്നു. ഒരു ധ്യാനത്തിന് വേണ്ടി പോയതാ. എന്നോട് സിസിലി സിസ്റ്റർ പറഞ്ഞിരുന്നു നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് വന്നതും എന്നെ അന്വേഷിച്ചെന്നും പ്രത്യേകം എന്നോട് പറയണമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും. ഇന്ന് രാവിലെ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയത്. സിസ്റ്റർ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കി ഓട്ടോ വിളിച്ച് ഇങ്ങോട്ടേക്ക് പോന്നു. വിവാഹത്തിന് പള്ളിയിലേക്ക് വരാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് അനുഗ്രഹിക്കണമെന്ന് എനിക്ക് തോന്നി. മദർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. മോൾ ഒരുങ്ങിക്കഴിഞ്ഞോ? അവർ ചാർലിയുടെ മമ്മിയെ നോക്കി ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് വരാം മദർ. അതും പറഞ്ഞ് അവർ ഷീതുവിനെ ഒരുക്കുന്ന റൂമിലേക്ക് പോയി. ചാർലി, മദർ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ മദർ? അവൻ സംശയത്തോട് ചോദിച്ചു. എനിക്ക് ചാർലിയോട് കുറച്ച് സംസാരിക്കണം, ഒറ്റയ്ക്ക്. അവർ പറയുന്നത് കേട്ട് ചാർലിയുടെ പപ്പ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അയാളുടെ മുഖത്തേക്കും. സാർ എങ്ങോട്ടും പോണ്ട. ഞാൻ നല്ലൊരു ദിവസമായിട്ട് ആ കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചാർലി കാരുണ്യയിലേക്ക് വരണം. ഒറ്റയ്ക്ക് വരാൻ കഴിയുമെങ്കിൽ ഒറ്റയ്ക്ക് വരണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവർ പറഞ്ഞതും ചാർലിക്ക് ആകെ സംശയമായിരുന്നു. അവർക്ക് എന്തായിരിക്കും തന്നോട് പറയാനുണ്ടാവുക എന്നുള്ളത്. ഇനിയൊരു പക്ഷേ ആദത്തിൻ്റെ കാര്യമാണോ എന്നവൻ ചിന്തിച്ചു. അപ്പോഴേക്കും ചാർലിയുടെ മമ്മി പോയി അവളെയും വിളിച്ചുകൊണ്ട് വന്നു. ചാർലി അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുത്ത ക്രീമും റെഡ് ചില്ലി കളർ കോമ്പിനേഷൻ വരുന്ന സാരിയായിരുന്നു അവൾ ഉടുത്തിരുന്നത്. വളരെ മനോഹരമായി പ്ലീറ്റ് എടുത്ത് ഞൊറിഞ്ഞു കുത്തി നന്നായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവർ. കാതിലൊരു കുഞ്ഞു ജിമിക്കി, അത് ഡയമണ്ടാണ്. അതിൻ്റെ തന്നെ ഡിസൈൻ വരുന്ന ഒരു മാല അവളുടെ കഴുത്തിലുമുണ്ട്. പപ്പയും മമ്മിയും കൂടി അവൾക്ക് കൊടുത്തതാണ് ആ ഗിഫ്റ്റ്. രണ്ട് കൈകളിലും അതുപോലെ തന്നെ കല്ല് വെച്ച വളയും ഉണ്ടായിരുന്നു. അത് അനിയന്മാരുടെ വകയാണ്, ക്രിസ്റ്റിയുടെയും റയാൻ്റെയും വക.
അങ്ങനെ അതിമനോഹരമായി തന്നെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അവൾ. ചാർലിയുടെ മമ്മിയോടൊപ്പം അങ്ങോട്ടേക്ക് വരുന്ന ഷീതുവിനെ കണ്ടതും മദറും ചാർലിയും കണ്ണെടുക്കാതെ അവളെ നോക്കി നിന്നു. മദർ അവരെ കണ്ടതും അവൾ ഓടി വന്ന് അവരുടെ അനുഗ്രഹം വാങ്ങിച്ചു. അവർ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവളെ അനുഗ്രഹിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചു. മദർ കരുതി വരില്ല എന്ന് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു. എനിക്ക് വരാതിരിക്കാൻ കഴിയോ? നീ ഞങ്ങളുടെ കുട്ടിയല്ലേ. ധ്യാനത്തിന് പോയിട്ട് തിരികെ വരുന്ന വഴി നേരെ ഇങ്ങോട്ടേ വന്നത്. നിങ്ങളിവിടെ നിന്നും ഇറങ്ങുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ രണ്ടുപേരെയും കാണണമെന്നുണ്ടായിരുന്നു. അവർ പുഞ്ചിരിച്ചുകൊണ്ട് ഷീതുവിൻ്റെ കവിളിലേക്ക് കൈവച്ചു. അതിനവൾ ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. ഒരുപാട് അനുഗ്രഹമുള്ള കുട്ടിയാ നീ. അതുകൊണ്ടാണ് നീ പുലിക്കളത്തിലെ മരുമകളാകാൻ പോകുന്നത്. അതെല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിനക്കറിയാലോ അതൊക്കെ. നിന്റെ ജീവിതത്തിൽ ഇന്നലെ വരെ നടന്ന കാര്യങ്ങളൊക്കെ നീ മറക്കണം. ഇത് പുതിയൊരു ജീവിതമാണ്. നിങ്ങൾ ഒരേ വീട്ടിൽ ഒരേ മുറിയിൽ താമസിച്ചവരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നു മുതൽ അങ്ങനെ ആവരുത്. എല്ലാ അർത്ഥത്തിലും നീ ഇവൻ്റെ ഭാര്യ ആയിരിക്കണം. ഞാൻ എന്നെ അത് മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞതാണ്. ഇനി മോളും അതിന് ശ്രമിക്കണം. പഴയ ജീവിതങ്ങളൊക്കെ മറക്കണം. നിനക്കിവിടെ പപ്പയും മമ്മിയും 2 അനിയന്മാരും ഉണ്ട്. അവർക്ക് താങ്ങായും തണലായും നീ ഇവിടെ ഉണ്ടാകണം. അവർ പറഞ്ഞതും അവൾ തലയാട്ടി. മദർ അവരുടെ തിരുവസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ജപമാല കയ്യിലെടുത്തു. അതിലൊരെണ്ണം ചാർലിയുടെ കയ്യിലേക്ക് കൊടുത്തു, മറ്റേത് അവളുടെ കയ്യിലേക്കും. ഇത് മാത്രമേ എനിക്ക് തരാൻ കഴിയുള്ളൂ. എന്നും എൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകും. ഇത് ഞാൻ എൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ജപമാലയാണ്. എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഇതുണ്ടാവണം. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കവചമായിരിക്കും ഇത്. എൻ്റെ സർവ്വശക്തിയുമായിട്ട് ഇവൻ മാറും. നീ ധൈര്യത്തോടെ ഇരിക്കണം. നിന്റെ ധൈര്യമായിരിക്കണം ഇവൻ്റെ ശക്തി. മദർ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. രണ്ടുപേരെയും അനുഗ്രഹിച്ചതും മദർ അവിടെ നിന്നും പോയിരുന്നു. മദർ പോയതും അതിൻ്റെ പുറകെ അപ്പനും അമ്മയും ഇറങ്ങിപ്പോയി. ഷീതുവും ചാർലിയും മാത്രമായി ആ റൂമിൽ. അവൾ എന്തോ ആലോചനയോടുകൂടി നിൽക്കുകയാണ്. ചാർലി അവളുടെ അടുത്തേക്ക് കുറച്ചും കൂടി നീങ്ങി നിന്നു. എന്താ ആലോചിക്കുന്നത്? മദർ പറഞ്ഞ കാര്യത്തിനെ പറ്റിയാണോ? അവൻ കുസൃതിയോടെ അവളെ നോക്കി ചോദിച്ചു. അത് കേട്ടവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാ അർത്ഥത്തിലും നീ എൻ്റെ ഭാര്യയാകണമെന്ന് മദർ പറഞ്ഞില്ലേ? അതിനെപ്പറ്റിയാണോ എൻ്റെ പെണ്ണ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്? അവൻ കുസൃതിയോടെ അവളെ നോക്കി മീശ പിരിച്ചു. ഇച്ചായനത് ആഗ്രഹിക്കുന്നില്ലേ? അവൾ നോർമലായി തന്നെ അവനോട് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. നിന്റെ സന്തോഷം എൻ്റെ സന്തോഷം. നിന്റെ ആഗ്രഹങ്ങളാ എൻ്റെ ആഗ്രഹങ്ങൾ. സന്തോഷത്തിനോ ആഗ്രഹങ്ങൾക്കോ വേണ്ടി നീ ജീവിക്കേണ്ട കാര്യമില്ല. നീ നീയായിട്ടിരുന്നാൽ മതി. അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് പറഞ്ഞിരുന്നു. അവൾ കണ്ണുകളടച്ച് അവയെ സ്വീകരിച്ചു.